നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 17/4/2025 കൊല്ലവർഷം 1200 ആണ്ട് മേടമാസം 4-ാം തീയതി ശകവർഷപ്രകാരം 1947 ചൈത്രമാസം 27-ാം തീയതി വ്യാഴാഴ്ചയും തൃക്കേട്ട നക്ഷത്രവും കൃഷ്ണപക്ഷ ചതുർത്ഥിയും വരുന്ന ദിവസം പകൽ 6:17 സൂര്യോദയവും, അതായത് 6:17 AM സൂര്യോദയവും 6:32 PM സൂര്യ അസ്തമനവും, രാഹുകാലം 1:56 PM മുതൽ 3:28 PM വരെ, ഗുളികകാലം 9:20 AM മുതൽ 10:52 AM വരെയും, യമകണ്ഠകാലം 6:17 AM മുതൽ 7:48 AM വരെയും, അഭിജിത്ത് മുഹൂർത്തം 12 PM മുതൽ 12:22 PM വരെയും, 12:26 PM മുതൽ 12:48 PM വരെയുമാണ്. ചന്ദ്രാഷ്ടമം മേടം രാശിക്കാർക്ക്. ഇനി വ്യാഴാഴ്ചയും ചതുർത്ഥിയുമായതുകൊണ്ട് ഗണപതി ഭഗവാനെ മനസ്സറിഞ്ഞു വിളിക്കുന്നതും ദൈവാധീന കർമ്മങ്ങൾക്കായി എല്ലാ ദേവതകൾക്കും എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ് വ്യാഴാഴ്ച. അതുകൊണ്ട് തന്നെ വിഷ്ണുപ്രീതിക്കായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സമയം കിട്ടാത്തവർ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഓം നമോ നാരായണായ എന്നോ ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ദാനം ചെയ്യുന്നതും ഗുരുക്കന്മാരെ ആദരിക്കുന്നതും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കഴിക്കുന്നതും ഒരു തുളസിയിലെയെങ്കിലും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നതായി മാനസപൂജയെങ്കിലും ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവാധീനം വർദ്ധിക്കുന്നതാണ്. സന്താനങ്ങളുടെ സദ്ഗതിക്കായി, അതായത് സന്താനങ്ങൾക്ക് അല്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏത് പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടും അവരുടെ സദ്ഗതിക്കായി വ്യാഴാഴ്ച വ്രതം മാതാപിതാക്കൾ മക്കളുടെ നന്മയ്ക്കായി വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമമോ ഹരേ രാമയോ ഹരേ രാമ ഹരേ കൃഷ്ണ, അതുപോലെ തന്നെ ഇഷ്ടമുള്ള വിഷ്ണു സ്തുതികളെ വിഷ്ണു അഷ്ടോത്തരമൊക്കെ ജപിക്കുമ്പോൾ ആ ഒരു ദൈവാധീനം വരും. കുട്ടികൾക്ക് എല്ലാ നന്മകളും നമ്മൾ ആർജിക്കുന്ന ആ ഒരു ജപത്തിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ പുണ്യം കുട്ടികളിലേക്ക് എത്തുന്നതാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും 30 വ്യാഴാഴ്ച മേടമാസത്തിലെ 30 അതായത് ആദ്യത്തെ വ്യാഴാഴ്ച ആയതുകൊണ്ട് തീർച്ചയായിട്ടും സന്താനലബ്ധിക്കായി ഓം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗത്പദേ ദേഹിമേ തനയം കൃഷ്ണ ത്വാ അഹം ശരണം ഗതഃ എന്ന ശ്ലോകം ചൊല്ലുക. സന്താന ഗോപാലമൂർത്തിയായ പൂർണ്ണത്രയീശനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ധന്വന്തരി മൂർത്തിയൊക്കെ പ്രാർത്ഥിക്കുന്നതിന് ഇപ്പോഴത്തെ മരത്തൂർ വട്ടം ധന്വന്തരി മൂർത്തി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ 30 വ്യാഴാഴ്ച മുക്കടിയൊക്കെ ഉണ്ട്, കഷായവുമൊക്കെ ഉണ്ട്, ആട്ടയും കുഴമ്പും ഒക്കെ ഉണ്ട്. അവിടുത്തെ ഈ കാലുവേദന കൊണ്ട് ദേഹവേദന കൊണ്ടൊക്കെ വിഷമിക്കുന്നവർക്ക് അവിടുത്തെ കുഴമ്പ് വാങ്ങിച്ച് പുരട്ടിയാൽ, അവിടുത്തെ കഷായം സേവിച്ചാൽ, അവിടുത്തെ അന്നദാനത്തിൽ പങ്കുകൊണ്ട് എല്ലാ അസ്വാസ്ഥ്യങ്ങളും മാറിക്കിട്ടുന്നതാണ്. 30 വ്യാഴാഴ്ച വിഷ്ണുപ്രീതികരമായ എന്ത് കർമ്മങ്ങളും ദാനധർമ്മവും അന്നദാനവും ഒക്കെ ഒരു മഞ്ഞപ്പെട്ട് ഭഗവാനും സമർപ്പിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവാധീനം 100 ഇരട്ടി വർദ്ധിക്കുന്നതാണ്. എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ കുടുംബപരദേവതയുടെ അനുഗ്രഹം കൂടി പ്രാർത്ഥിക്കണം. കുടുംബപരദേവയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം തനിയെ വന്നുകൊള്ളും. എല്ലാവിധ ഐശ്വര്യവും ഈ 17/4/2025
എല്ലാവർക്കും ഉണ്ടാവട്ടെ. ചതുർത്ഥി നാളായതുകൊണ്ട് ഗണപതിക്ക് ഒരു അപ്പമൊക്കെ നേദിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. എഴുന്നേൽക്കുമ്പോഴേ തന്നെ ഒരു ഏത്തമൊക്കെ ഇട്ട് ഒരു 7 8 അല്ലെങ്കിൽ 11 ഒക്കെ ഏത്തമിട്ടാൽ തന്നെ ആ നമ്മളുടെ ഒരു എക്സസൈസുമായി നമ്മളുടെ കർമ്മ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും. അപ്പം ഒരു ശുഭദിനം ആശംസിച്ചു കൊള്ളുന്നു. ഇനി നമുക്ക് രാശി ചക്രത്തിലേക്ക് കടക്കാം. ഗ്രഹനില പ്രകാരം സൂര്യൻ മേടത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നു. ഉദയവും മേടത്തിൽ തന്നെ. ചന്ദ്രനാകട്ടെ വൃശ്ചിക രാശിയിലാണ്. വൃശ്ചിക രാശിയിൽ ചന്ദ്രൻ നീചരാശിയിലാണെങ്കിൽ പോലും മനസ്സറിഞ്ഞ് ദുർഗാദേവിയെ വിളിക്കുന്നവർക്ക് ഭദ്രകാളിയുടെ രാശിയിൽ, അമ്മയുടെ രാശിയിലായതുകൊണ്ട് തന്നെ ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദേവീ മഹാത്മ്യത്തിലെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. അതുപോലെ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ നാമമൊക്കെ ചെല്ലുമ്പോൾ എല്ലാ ഐശ്വര്യവും വന്നു ചേരും. ഇനി ചൊവ്വ നിൽക്കുന്നത് കർക്കിടകത്തിലാണ്. ചൊവ്വയും അത്ര ഉച്ചത്തിലല്ല. കർക്കിടകൻ രാശിയിൽ ചൊവ്വയുടെയും നീചരാശിയാണ്. അപ്പോൾ ഭദ്രകാളി അമ്മയെയും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം നീചരാശിയിൽ ഗ്രഹങ്ങൾ, അതും പ്രത്യേകിച്ചും ചൊവ്വയൊക്കെ നീചഗ്രഹങ്ങളായതുകൊണ്ട്, സേവാമൂർത്തികളായതുകൊണ്ട് ഉപാസനയുള്ളവർ ഉപാസനയിൽ ജപം തെറ്റിക്കാതിരിക്കുക, പ്രാർത്ഥന ചെയ്യുക. ചീത്തപ്പേരൊക്കെ കേൾക്കാതിരിക്കാൻ വേണ്ടി അവിട്ടം ചിത്തം മകയിര നക്ഷത്രത്തിലുള്ളവരുടെ രാശിനാഥനാണ്, അവരുടെ ദശാനാഥനാണ് ചൊവ്വ. അതുപോലെ തന്നെ മേടൻ രാശിക്കാരുടെയും വൃശ്ചിക രാശിക്കാരുടെയും രാശിനാഥനാണ് ചൊവ്വ. അപ്പോൾ അവരൊക്കെ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദക്കാരും അതുപോലെ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടി വരുന്ന രണ്ടേകൾ നക്ഷത്രക്കാരും ഭദ്രകാളി അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതായത് കുടുംബ പരദേവതയോടൊപ്പം ഭദ്രകാളി അമ്മയെ കൂടെ പ്രാർത്ഥിച്ച്, ദുർഗാദേവിയെ പ്രാർത്ഥിച്ച്, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച്, ഇതൊക്കെ എല്ലാ 33 കോടി ദേവതകളുടെയും പേര് പറയുന്നു എന്നേ ഉള്ളൂ. അവരവർക്ക് സ്വീകാര്യമായതെടുത്ത് ജപിക്കാം. ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ദേവതകളുടെ പേര് പറയുന്നു എന്നേ ഉള്ളൂ. സന്ദർഭത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ചിട്ട് നാമം ജപം എല്ലാവിധ ഐശ്വര്യവും നൽകുമെന്നുള്ള വിശ്വാസത്താൽ നാമം ജപിക്കുവാൻ അപേക്ഷിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദേവതയുമില്ല. അപ്പം നമ്മൾ നമ്മളുടെ കാര്യം എന്താണോ നടക്കേണ്ടത്, അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കൂ. തീർച്ചയായും എല്ലാ ആഗ്രഹങ്ങളും അമ്മ സാധിച്ചു തരും. ഇതൊരു വിശ്വാസമാണ്. വിശ്വാസത്തോടുകൂടി തന്നെ എല്ലാവരും എല്ലാ അപേക്ഷകളും ഭഗവതിയുടെ മുമ്പിൽ സമർപ്പിച്ച് മനസ്സ് നിറഞ്ഞ് അമ്മയെ വിളിക്കൂ. ലളിതാ പരമേശ്വരിയായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ദിവസവും ലളിതാ സഹസ്രനാമം ചെല്ലുന്നവർ എത്ര തിരക്കിട്ടാണെങ്കിലും സമയമില്ലെങ്കിൽ പോലും ലളിത അഷ്ടോത്തരമെങ്കിലും ജപിക്കുവാൻ മറക്കരുത്. ഇനി ചൊവ്വ കർക്കിടകത്തിലാണ്, നീചമാണെന്ന് പറഞ്ഞു. പക്ഷേ ബുധൻ നിൽക്കുന്നതും മീനൻ രാശിയിലാണ്, ബുധനും നീചത്തിലാണ്. അപ്പോൾ ഒരേ ദിവസം തന്നെ ചൊവ്വയും ചന്ദ്രനും ബുധനും, രണ്ട് ശുഭഗ്രഹങ്ങളും ഒരു നീചഗ്രഹവും നീചത്തിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഈ ബുധൻ്റെ കൂടെ ഉച്ചസ്ഥനായ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് നീചം ഭംഗം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ബുധൻ നമുക്ക് ജ്ഞാനമാണ്. വേണ്ടത്ര അറിവുണ്ടെങ്കിലും വേണ്ട സമയത്ത് പ്രയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും. ബുധൻ്റെ മാറ്റം ഉടനെ വരുന്നുണ്ട്. എന്തായാലും മനസ്സറിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനെ വിളിക്കുക. മൂകാംബിക ദേവിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ ബുധൻ്റെ നീചത്വം മാറിക്കിട്ടും. പിന്നെ ഗുരു ഇടവത്തിലാണ്, ശുഭമാണ്. ഇനി മെയ് മാസത്തിലാണത് മാറുന്നത്. പിന്നെ ശുക്രൻ ഉച്ചസ്ഥനായി തന്നെ മീനൻ രാശിയിൽ നിൽക്കുന്നു. മന്ദൻ മീനൻ രാശിയിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ സർപ്പിയും മീനൻ രാശിയിലുണ്ട്. കന്നി രാശിയിൽ കേതു നിൽക്കുന്നു. ഗുളികോദയം വന്നിരിക്കുന്നത് മിഥുനം രാശിയിലാണ്. അപ്പോൾ സൂര്യൻ മേടത്തിൽ, ചന്ദ്രൻ പിന്നെ വൃശ്ചികത്തിൽ, ചൊവ്വ കർക്കിടകത്തിൽ, ബുധൻ മീനത്തിൽ, ഗുരു ഇടവത്തിൽ,
ശുക്രൻ മീനത്തിൽ, മന്ദൻ മീനത്തിൽ, സർപ്പി മീനത്തിൽ, കന്നിയിൽ കേതുവും, പിന്നെ ഗുളികോദയം മിഥുനത്തിലും എല്ലാവിധ ഐശ്വര്യങ്ങളും. അപ്പൊ സൂര്യൻ ഉച്ചസ്ഥനാണ്, ശുക്രൻ ഉച്ചസ്ഥനാണ്. അപ്പൊ അവരുടെയൊക്കെ എല്ലാ ഗുണഫലങ്ങളും നമുക്ക് അനുഭവയോഗ്യമാകട്ടെ. ഇനി ഈ രാശിചക്ര പ്രകാരം 27 നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല രംഗത്തും, അതായത് കർമ്മരംഗത്ത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിജയം കൈവരിക്കുവാൻ പറ്റിയ സമയമാണ്. ആപൽഘട്ടങ്ങളെ മറികടക്കുവാനുള്ള ഒരു ആർജവം ഉണ്ടാകും. വലിയ വലിയ ആഗ്രഹങ്ങൾ നടപ്പിലാവും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള യോഗം കാണുന്നു. മംഗളകർമ്മങ്ങൾ വിളിച്ചു കൂട്ടുന്നതിനുള്ള യോഗം കാണുന്നുണ്ട്. കച്ചവടത്തിൽ ഏത് ചെറുകിട വ്യവസായമാണെങ്കിലും വലിയ രീതിയിലുള്ള കച്ചവടമാണെങ്കിലും അല്പം ലാഭം പ്രതീക്ഷിക്കാം. രക്ഷിതാക്കൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ, അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. സാമ്പത്തിക പുരോഗതി അല്പസ്വല്പമായി വർദ്ധിക്കും. മക്കളുടെ കാര്യത്തിൽ സന്തോഷമുണ്ടാകും. മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമുണ്ടാവുകയും അതിനുള്ള ശ്രമം വിജയിക്കുകയും ചെയ്യും. ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയമുണ്ടാവും. ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കും. വീട് നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. പ്രവർത്തന രംഗത്ത് സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിക്കുന്നതും ഓം നമോ നാരായണായ 11 പ്രാവശ്യം ജപിക്കുന്നതും സർവ്വ ഐശ്വര്യങ്ങൾ നിലനിർത്തി കിട്ടുന്നതിന് സഹായകം. ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇടവൻ രാശിക്കാർക്ക് പാരമ്പര്യ സ്വത്ത് കൈവശം വന്നു ചേരും. അധ്വാനിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കും. മാറ്റിവച്ച യാത്രകൾ, മുടങ്ങിപ്പോയ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തും. മുടങ്ങിപ്പോയ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. സാമ്പത്തിക നഷ്ടങ്ങൾ നികത്തുന്നതിനുള്ള ശ്രമം ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങണമെന്നുള്ള ആലോചനയിൽ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. പ്രതിസന്ധികളെ വിജയകരമായി അഭിമുഖീകരിക്കാനുള്ള ഒരു ആർജവം വന്നു ചേരും. തൊഴിൽ രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വരുത്തി ആ മാറ്റങ്ങൾ അനുകൂലമാക്കി തീർക്കുന്നതിനുള്ള ശ്രമം നടത്തും. അതുപോലെ വീട് പണി പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമം ചെയ്യും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബന്ധുക്കളിൽ നിന്നും ഗുണങ്ങൾ വന്നു ചേരും. സമ്മർദ്ദമൊക്കെ കുറഞ്ഞ് വളരെ സമാധാനത്തോടുകൂടി സംയമനത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരാർജവം വന്നു തരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുവാൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ആ പ്രീതി ഉണ്ടാകുന്നതിന് വേണ്ടി ഭഗവാൻ ഒരു മഞ്ഞപ്പട്ടൊക്കെ സമർപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് മനസ്സുകൊണ്ട് മാനസപൂജയെങ്കിലും ചെയ്യുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും പൂർണ്ണമായി അനുഭവത്തിൽ വന്നു ചേരും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വർദ്ധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ വിജയിക്കും. കാരണം മനസ്സിൻ്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം അധ്വാനം കഷ്ടപ്പെടുന്നതിന് തയ്യാറാവുകയും അതിൻ്റെ ഫലമായി ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിന് ഉള്ള ഒരു സാഹചര്യം വന്നു ചേരുകയും ചെയ്യും. കർമ്മപരമായ പുതിയ പുതിയ തന്ത്രങ്ങൾ, കർമ്മമേഖലയിൽ പുതിയ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ഒരു പരിധിവരെ അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്യും. ശാരീരിക വിഷമതകളൊക്കെ അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ധന്വന്തരിമൂർത്തിയൊക്കെ പ്രാർത്ഥിച്ച് ഓം നമോ ഭഗവതേ വാസുദേവായ ജപിച്ചുകൊണ്ട് ദോഷങ്ങളെ രോഗങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. പുതിയ മാറ്റങ്ങൾ, കർമ്മരംഗത്തെ പുതിയ മാറ്റങ്ങൾ അംഗീകരിക്കപ്പെടും. അവനവനിൽ തന്നെ ചില മാറ്റങ്ങൾ വന്നതായി
ഫീൽ ചെയ്യും. ഒരിക്കലും ശുഭാപ്തി വിശ്വാസമില്ലാതിരുന്ന ആൾ പെട്ടെന്ന് ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷവും സമാധാനവും വന്നു ചേരും. കണ്ടകശനി കാലമായതുകൊണ്ട് കർമ്മരംഗത്ത് ചില തന്ത്രങ്ങളൊക്കെ പാളിപ്പോയേക്കാം എന്നുള്ളൊരു ഭീതിയൊക്കെ ഉണ്ടായിരുന്നത് മാറ്റി വെച്ചുകൊണ്ട്, ഇല്ല, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, എനിക്കെല്ലാം നന്നായി ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്താൽ രാശിനാഥനായ ബുധൻ കർമ്മസ്ഥാനത്തുണ്ട്, ശുക്രൻ കർമ്മസ്ഥാനത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഗദേവതകളുടെ അനുഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ അനുകൂലങ്ങളും നിൽക്കുമ്പോൾ കണ്ടകശനി ഒന്നും കാര്യമായി ബാധിക്കില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ധർമ്മശാസ്താവിനൊരു നീരാഞ്ജനമൊക്കെ തെളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർമ്മമേഖലയിൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവും, ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും, തൊഴിൽ രംഗത്ത് സമാധാനം വന്നു ചേരും, ഭൂമിപരമായ കാര്യങ്ങളിലൊക്കെയുള്ള തടസ്സങ്ങളൊക്കെ മാറി എല്ലാം അല്പസ്വല്പം കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അതുപോലെ കർമ്മരംഗത്ത് ഉറച്ച തീരുമാനങ്ങളെടുത്ത് മുന്നേറുന്നതിനുള്ള ആ ഒരു ആർജവം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കണം. എല്ലാ സൗഭാഗ്യങ്ങളും രാശിനാഥനായ ബുധൻ, അതായത് ശ്രീരാമസ്വാമിയും ശ്രീകൃഷ്ണസ്വാമിയും മറ്റ് അവതാരമൂർത്തികളെല്ലാം നൽകട്ടെ. മൂകാംബി അമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ശുഭകാര്യങ്ങൾ നടക്കുന്നതിനുള്ള ആലോചന ഉണ്ടാകും. പഠനരംഗത്ത് വിദ്യാർത്ഥികൾക്ക് ഉന്നത പുരോഗതി പ്രതീക്ഷിക്കാം. പഴയ സുഹൃത്തുക്കളുമായി ഒരു പുനഃസമാഗമം, ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ വിളിച്ചു കൂട്ടാനായിട്ട് സാധിക്കും. ആരോഗ്യനില മെച്ചപ്പെടും. അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ അല്പസ്വല്പം വർദ്ധിക്കും. കേസുകളിലും തർക്കങ്ങളിലും വിജയിക്കും. ശമ്പള കുടിശ്ശികയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ തീർത്ത് കിട്ടുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാഹചര്യവും വന്നു ചേരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ടാകും. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തും. അംഗീകാരങ്ങൾക്കും, അതായത് അംഗീകാരവും പ്രോത്സാഹനവും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കർമ്മരംഗത്ത് അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ലഭിക്കുമ്പോൾ എല്ലാവിധ സന്തോഷവും അനുഭവിക്കുവാൻ സാധിക്കും. വ്യാപാര രംഗത്തുള്ള തടസ്സങ്ങൾ മാറുന്നതിനായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാകട്ടെ. രാശിനാഥയായ ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ച് ഗുരുക്കന്മാരുടെ സഹായത്തോടുകൂടി എല്ലാം ഭംഗിയായി നടക്കട്ടെ. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. കർമ്മരംഗത്ത് നിന്ന് കൂടുതൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ആ ആവിഷ്കരിച്ച തന്ത്രങ്ങൾ ചിട്ടപ്പെടുത്തി സമയബന്ധിതമായി ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് മൂലം കർമ്മരംഗത്ത് അംഗീകാരവും പ്രോത്സാഹനവും പുതിയ കർമ്മ പദ്ധതികൾ കൂടി ലഭിക്കുന്നതിനുള്ള സാധ്യതയും വന്നു ചേരും. അപ്രതീക്ഷിതമായ സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരും. ശുഭപ്രതീക്ഷാശീലം വച്ചു പുലർത്തും. അതായത് എപ്പോഴും നിരാശ എന്നുള്ള പദം മാറ്റി വെച്ചിട്ട് ആശയങ്ങളും പ്രതീക്ഷകളുമായി ശുഭപ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുവാനുള്ള അവസരം വന്നു ചേരും. വേണ്ടപ്പെട്ടവരിൽ നിന്നും പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കും. ലോണിനൊക്കെ അപേക്ഷിച്ചിരുന്നവർക്ക് ലോണൊക്കെ ലഭിക്കുന്ന സമയമാണ്. പൊതു സദസ്സുകളിൽ പങ്കാളിയാവുകയും വിവാഹ കാര്യങ്ങളിലൊക്കെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു അനുകൂല സന്ദേശം ലഭിക്കുകയും ചെയ്യും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും. ജോലി മാറ്റത്തിനുള്ള ശ്രമവും വിജയിക്കുന്നതാണ്. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കും. പുതിയ ജോലി സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞ് വിമർശനങ്ങളെ അവഗണിച്ച് മുന്നേറുന്നതിനുള്ള നല്ല കരുത്തും മനസ്സാന്നിധ്യവും വന്നു ചേരും. രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിച്ച് ഗണപതിക്കൊരു നാളികേരമൊക്കെ ഉടച്ച് എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഫലം ലഭിക്കുന്നതാണ്.
കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, സ്വത്തിൻ്റെ ഒരു വീതം ലഭിക്കും, ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറിക്കിട്ടും, പൊതുവെ സമ്മർദ്ദങ്ങൾ കുറയുന്ന ഒരു കാലമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ സന്ദേശങ്ങൾ ലഭിക്കും. ജീവിതത്തിൽ പലതരത്തിലുള്ള ചിട്ടകൾ, അടുക്കും ചിട്ടയുമായി കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രാപ്തി വന്നു ചേരും. പൊതുപ്രവർത്തകർ ശക്തമായ നിലപാടുകൾ എടുത്ത് ജീവിതത്തിൽ മുന്നേറുന്നതിനുള്ള ഒരു ശ്രമം നടത്തും. ആ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്യും. സമാധാന അന്തരീക്ഷം വർദ്ധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. വിശിഷ്ട വ്യക്തികളുമായി പരിചയപ്പെടുകയും ആ പരിചയം നമ്മുടെ കർമ്മരംഗത്തേക്ക് വ്യാപിപ്പിക്കുന്നതിന് ശ്രമിക്കും. ഭാവി കാര്യങ്ങളിലുള്ള ഉത്കണ്ഠയൊക്കെ മാറി സന്തോഷവും സമാധാനവും അനുഭവത്തിൽ വന്നു ചേരും. കർമ്മപരമായ ആനുകൂല്യങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ സ്വസ്ഥത കൈവരും. പല രീതിയിലും ഭാഗ്യം അനുഭവിക്കുന്നതിൽ വരുന്ന സമയമാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആശങ്കകളെല്ലാം നീങ്ങി സ്വസ്ഥതയും സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. രാശിനാഥയായ മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. ഗണപതിക്കൊരു ഏത്തമിടുന്നത് ഏറ്റവും ഉത്തമം തന്നെയാണ്. ചതുർത്ഥി നാളിൽ ഗണപതിക്ക് ഒരു അപ്പമൊക്കെ നിവേദിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും തരും. ഒരു കറുകമാലയൊക്കെ ചാർത്താൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ സൗഭാഗ്യങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ്. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വീട് പണിക്ക് പറ്റിയ സമയമാണ്. സൗഹൃദങ്ങൾ വഴി അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ലോണുകളൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. ഉടനെ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കും. പുതിയ തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാധ്യത തെളിയുന്നു. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിക്കുന്നതിനുള്ള സന്ദർഭം വന്നു ചേരും. പ്രിയജനങ്ങളുടെ ആത്മാർത്ഥത പൂർണ്ണമായും ലഭിക്കും. അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാതെ അവരുമായി സഹകരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സർവ്വ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. സ്വത്തുമായി തർക്കങ്ങളുണ്ടായിരുന്നതെല്ലാം പരിഹരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായ സന്ദേശങ്ങളൊക്കെ ലഭിക്കുകയും എഴുത്തുകുത്തുകളിൽ പ്രയോജനം ലഭിക്കുകയും ചെയ്യും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റുകളും കുറവുകളും ഒക്കെ പറഞ്ഞ് സമവായത്തിലെത്തുവാൻ സാധിക്കും. ശാന്തമായൊരു അന്തരീക്ഷം അതുവരെ ഉണ്ടാകും. വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങളും ഒരു പരിധിവരെ വിജയിക്കും. രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അഷ്ടകം ജപിച്ചുകൊണ്ട് വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും സമയബന്ധിതമായി പാരായണം ചെയ്യുന്നതിലൂടെ കുടുംബ പരദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഗണപതി ഭഗവാനെ നാളികേരം മുടയ്ക്കുകയോ ഏത്തമിടുകയോ ചെയ്യുമ്പോൾ ഐശ്വര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കും. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്ത് പല രംഗത്തും വിജയം കൈവരിക്കാൻ പറ്റിയ സമയമാണ്. ആരോഗ്യകാര്യങ്ങളിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും സുഹൃത്തുക്കളുമായുള്ള ഇടപെടുന്ന രംഗത്തിലാണെങ്കിലും കായിക രംഗത്തൊക്കെ ഏത് മേഖലയിലും വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു അവസരം വന്നു ചേരും. ആപൽഘട്ടങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനാവും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ നന്നേ ബുദ്ധിമുട്ടും. കാരണം രാശിയിൽ തന്നെയാണ് ചന്ദ്രൻ നിൽക്കുന്നത്. മനസ്സിന് പല കാര്യത്തിലും ചാഞ്ചാട്ടം ഉണ്ടാവുമെങ്കിലും ദുർഗാദേവിയെ മനസ്സറിഞ്ഞ് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് ഇടയ്ക്കിടയ്ക്ക് ജപിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ അമ്മയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് അമ്മയെ വിളിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ആർജവം വന്നു ചേരും. ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരുന്നു. ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാനായി കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. വീടൊന്ന് മൂടി പിടിപ്പിക്കും. പ്രവർത്തന രംഗത്ത് സന്തോഷാനുഭവങ്ങൾ വരുമ്പോൾ മനസ്സ് ഒന്ന് ചഞ്ചലപ്പെടാതെ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമൊക്കെ വരുന്ന സമയമാണ്. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കും. ഭൂമിയിൽ നിന്ന് വരുമാനം അല്പസ്വല്പം വർദ്ധിക്കും.
വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള പേപ്പർ വർക്കുകൾ ചെയ്യുന്നതിനുള്ള സമയമാണ്. പണയ വസ്തുക്കൾ അല്പസ്വല്പമൊക്കെ തിരിച്ചെടുക്കുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയും വന്നു ചേരും. പൊതുവെ അനുകൂലമായ സാഹചര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥയായ ഭദ്രകാളി അമ്മയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും നിലനിന്ന് കിട്ടും. വ്യാഴാഴ്ചയായതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും സത്സംഗങ്ങളിൽ പങ്കെടുക്കുന്നതും സായി സേവാ സമിതിയിലൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എല്ലാം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിത സംഭവങ്ങളുടെ സന്തോഷമൊക്കെ വന്നു ചേരുമെങ്കിലും ഒരാകസ്മികമായിട്ട് ഇത്രയുമൊക്കെ ഒരു സന്തോഷം വരുവാനുള്ള സാഹചര്യം എങ്ങനെ വന്നു എന്നൊക്കെ ഒന്ന് അത്ഭുതകരമായിട്ട് എന്തെങ്കിലും ദൈവാധീനത്തിൻ്റെ വഴി വന്നതാണെന്നൊക്കെ വിശ്വസിക്കാം. സുഹൃത്തുക്കൾ വളരെ നല്ല രീതിയിൽ പെരുമാറും. ദാമ്പത്യ ജീവിതത്തിലെ കുറവുകളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശാരീരിക പ്രയാസങ്ങളെല്ലാം മാറിക്കിട്ടും. തൊഴിൽ രംഗത്ത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കും. പ്രവാസികളിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കും. വസ്തുവിൽപ്പനയ്ക്കുള്ള കാര്യങ്ങൾ കൃത്യമായി വിജയത്തിലെത്തും. സമ്മർദ്ദങ്ങളൊക്കെ കുറഞ്ഞ് മനസ്സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും. രാശിനാഥനായ വ്യാഴപ്രീതിക്കായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, ഭഗവാൻ ഒരു തുളസിമാലയൊക്കെ സമർപ്പിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 11 പ്രാവശ്യമെങ്കിലും ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നത് പോലും ഒരു ആശ്വാസം നൽകുന്നതാണ്. തൊഴിൽ രംഗത്തെ എല്ലാവിധ മാറ്റങ്ങളും അംഗീകരിക്കപ്പെടുവാൻ നന്നേ കഷ്ടപ്പെടേണ്ടതുണ്ട്. കഷ്ടപ്പാടുകൾക്കിടയിൽ അല്പം ആശ്വാസത്തിനുള്ള വാർത്തകൾ ശ്രവിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. രാശിനാഥനായ മഹാവിഷ്ണുവിനെയും ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കൂ, എല്ലാം മംഗളമായി ഭവിക്കും. മകരം രാശി. തൊഴിൽ മേഖലയിലെ വിമർശനങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി ഗണപതി ഭഗവാൻ ഒരു നാളികേരമൊക്കെ ഉടച്ച് ഏത്തമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എല്ലാവിധ കർമ്മ തടസ്സങ്ങളും മാറിക്കിട്ടും. ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ മനസ്സംതൃപ്തിയോടെ ചെയ്യുവാനായിട്ട് സാധിക്കും. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന രാശിനാഥൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകും. അപ്പോൾ ആ രാശിനാഥനായ ഹനുമാൻ സ്വാമിയെ, വിഷ്ണുമായ സ്വാമിയെ, ചത്തൻ സ്വാമിയെ, ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ച ആയതുകൊണ്ട് വിഷ്ണുപ്രീതികരമായ പ്രാർത്ഥനകൾ, അതുപോലെ ഗുരുദേവ പൂജയൊക്കെ ചെയ്യുക, ഗുരുക്കന്മാരെ ആദരിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ഭഗവാന് പട്ട് സമർപ്പിക്കുന്നത്, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, കഴിയുന്നതും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതൊക്കെ സന്തോഷവും സമാധാനവും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. സമ്മർദ്ദങ്ങളൊക്കെ കുറഞ്ഞ് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. ദീർഘനാളായുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കും. ശത്രുദോഷമൊക്കെ വന്നിരുന്നതൊക്കെ മാറി അവരുടെ മേൽ വിജയം വരുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. നല്ല കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ, ഒരു സത്യനാരായണ പൂജയോ അല്ലെങ്കിൽ ഒരു ഭജനയൊക്കെ സംഘടിപ്പിക്കുന്നതിന് സാധിക്കും. പുതിയ തീരുമാനങ്ങളെല്ലാം തന്നെ ഗുണകരമായിരിക്കും. ആനുകൂല്യങ്ങളും അവസരങ്ങളും വർദ്ധിക്കും. തൊഴിൽപരമായ പരീക്ഷണങ്ങൾ വിജയിക്കും. വീട് വയ്ക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തും. എല്ലാ ശ്രമങ്ങളും വിജയത്തിലെത്തുമ്പോൾ ഭഗവത് പ്രീതിയുണ്ടെന്ന് കരുതുകയും പ്രാർത്ഥനകൾക്ക് കൂടുതൽ ശക്തി കൂട്ടുകയും ചെയ്യുക. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദേവതയുമില്ല. ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവത് പ്രീതി വരുത്തുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്തെ പ്രകടനങ്ങളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടും. പുതിയ പുതിയ പദ്ധതികൾ, പുതിയ ഗ്രൂപ്പൊക്കെ തിരിച്ചുള്ള പ്രവർത്തനങ്ങൾ, പുതിയ സ്ട്രാറ്റജിയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം നടത്തും. അത് വിജയിക്കുകയും ചെയ്യും. മേലധികാരികളുടെ അംഗീകാരത്തോടുകൂടി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് സാധിക്കും. കർമ്മരംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ വരുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും. കാര്യതടസ്സങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. ബിസിനസ് രംഗത്ത് പുതിയ
തീരുമാനങ്ങൾ നടപ്പിലാക്കും. സാമ്പത്തിക ഇടപാടുകളിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ ആവശ്യമാണ്. അവരുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഉപരിപഠനത്തിനൊക്കെ ഉള്ള അപേക്ഷകളൊക്കെ സമർപ്പിക്കേണ്ട സമയമാണ്. കുട്ടികളുടെ സദ്ഗതിക്കായി കൂടുതൽ സമയം കണ്ടെത്തണം. അവരുടെ സന്തോഷവും സമാധാനവും നിലനിർത്തുവാനായി പ്രാർത്ഥനകൾ നടത്തണം. താൽക്കാലിക ജോലികളിൽ ചെയ്തിരുന്നവർക്ക് അവരുടെ കർമ്മരംഗത്ത് സ്ഥിരപ്പെടുത്തലുകൾക്കുള്ള ഒരു ആലോചന ഉണ്ടാകും. കടബാധ്യതകൾ ഒരു പരിധിവരെ നിയന്ത്രണത്തിലാവും. വലിയ സ്ഥാനമാനങ്ങൾ ഏറ്റെടുക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ വർദ്ധിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് രാശിനാഥനായ വിഷ്ണുമായ സ്വാമി അതുപോലെ തന്നെ 390 ചത്തൻ സ്വാമിമാരെയും തൃപ്പറയാർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ചത്തൻ സ്വാമിമാർക്കുള്ള നിവേദ്യങ്ങളൊക്കെ സമർപ്പിക്കുന്നത്, വിഷ്ണു പ്രീതികരമായ പ്രാർത്ഥനകൾ ചെയ്യുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സാധിക്കും. ആഞ്ജനേയ സ്വാമിയെയും അതുപോലെ തന്നെ ധർമ്മശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുമ്പോൾ ഐശ്വര്യങ്ങൾ നിലനിന്ന് കിട്ടും. എല്ലാ ഐശ്വര്യങ്ങളും കൂടെ ഉണ്ടാവട്ടെ. രാശിനാഥനായ ശനീശ്വരന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പ്രോത്സാഹനവും അനുമോദനങ്ങൾ, അതായത് വീണ്ടും വീണ്ടും പുതിയ പുതിയ തന്ത്രങ്ങൾ, പുതിയ കായിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ്. ചെയ്ത പ്രവർത്തനങ്ങളെ അംഗീകരിക്കപ്പെടുകയും അതിന് വേണ്ട പാരിതോഷികങ്ങൾ ലഭിക്കുകയും ചെയ്യും. തൊഴിൽരംഗത്തും ഒരു അംഗീകാരവും ഒരു പ്രശസ്തിയുമൊക്കെ ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങളെ തൊഴിൽസ്ഥലത്തേക്ക്, അതായത് കർമ്മരംഗത്ത് ആദരിക്കപ്പെടുമ്പോൾ കുടുംബാംഗങ്ങളുമായി ആ ആദരവിൽ പങ്കെടുക്കുവാനൊക്കെയുള്ള ഒരു സാഹചര്യം വന്നു ചേരും. മനസ്സ് ശാന്തമാകും. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുന്നതിന് സാധിക്കും. സാമ്പത്തിക സ്ഥിതി അല്പസ്വല്പം മെച്ചപ്പെടും. പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ശീലിക്കുന്നതാണ്. ആ ശീലം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ നന്നായിരിക്കും. കുട്ടികളുടെ കാര്യത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അവർക്ക് വേണ്ടി എന്തെങ്കിലും കരുതൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അവരുടെ ഈ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി പുതിയ കർമ്മ മേഖലയിൽ എത്തിച്ചേരുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. പല മേഖലകളിലും ഉയർന്ന സാഹചര്യങ്ങൾ, അതായത് ഓരോ മേഖലയിൽ നിന്നും അടുത്ത പടിയിലേക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗം തുറന്നു കിട്ടും. പൊതുപ്രവർത്തന രംഗം കുറച്ചുകൂടി സജീവമാകും. പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ വന്നു ചേരും. ആ പ്രതീക്ഷിക്കാത്ത അവസരങ്ങൾ വരുമ്പോൾ ആ അവസരം തന്നവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാനായും ആ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഭംഗിയായി കാര്യനിർവഹണ ശേഷിയോടുകൂടി ചെയ്ത് വിജയത്തിലെത്തുവാൻ രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കുടുംബപരിദേവതയ്ക്ക് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുക. ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ മുപ്പട്ടി വ്യാഴാഴ്ച സന്തതി സൗഭാഗ്യവും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവ യോഗ്യമാകും. 27 നക്ഷത്രക്കാർക്കും ഒരു ശുഭദിനം, എല്ലാ ദൈവാധീനവുമുള്ള ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവയോഗ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.